ലൈവിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ്. ജയിൽ നോമിനേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ അടി നടക്കുന്നത്. കാരണം ആര്യൻ അനീഷിനെ ജയിൽ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ പറയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഗസ്റ്റ് വന്നപ്പോഴത്തേക്കും വളരെ മോശമായിട്ട് പെരുമാറി. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ അനീഷ് ആ ഒരു സമരമുണ്ട്, ഒരു 3-4 മണിക്കൂർ GMൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ തറയെ മാറിയിരുന്ന് ആ ഒരു സമരത്തിനെ കുറിച്ചാണ് ആര്യൻ പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് കള്ളമാണ്, ഇത് അങ്ങനല്ല. കാരണം എവിടെയെങ്കിലും ഒരു ഗസ്റ്റ് വന്നിട്ട് ഇങ്ങനെ തൊഴിലാളിയോട് ഇങ്ങനെ പെരുമാറുമോ, ലിഫ്റ്റിക്കോ അതും ഇതുമൊക്കെ ഇട്ട് കോമാളിയാക്കുമോ എന്നൊക്കെ ചോദിക്കുവാണ് അനീഷ്. അപ്പോൾ അത് ഒരിക്കലും ഒരു ശരിയായ കാര്യമല്ല, അതിനെതിരെയാണ് ഞാൻ സമരം ചെയ്തത് എന്ന് പറയുന്നത്. അപ്പോൾ ആര്യം പറയുന്നത് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ പഠിപ്പിക്കുന്നത് ഗസ്റ്റുകൾ എന്ത് പറഞ്ഞാലും ഒന്നും പറയരുത്, അവരോട് സോറി പറയണമെന്നൊക്കെയാണ്. പക്ഷേ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് അനാവശ്യമായിട്ട് തന്തയും തള്ളയും പറഞ്ഞ ആരും സോറി പറഞ്ഞുകൊണ്ടിരിക്കുമോ? അങ്ങോട്ട് ആരായാലും പ്രതികരിക്കും. മാന്യമായിട്ട് നിന്നാൽ തിരിച്ചും ആരായാലും മാന്യമായിട്ട് തന്നെ പെരുമാറും. അല്ല, ഗസ്റ്റെല്ലാം ആരാണെന്ന് വെച്ചാലും അധ്വാനിച്ചിട്ടല്ലേ അവിടെ നിന്ന് ശമ്പളം തരുന്നത്. അപ്പോൾ ഗസ്റ്റിൻ്റെ അടിമയാകാനൊന്നും ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റും പഠിപ്പിക്കത്തില്ല. മാന്യമായിട്ട് പെരുമാറണം എന്ന് പറയും. തിരിച്ച് ഗസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അപമര്യാദയായിട്ട് പെരുമാറിയാൽ അതിനെതിരെ തൊഴിലാളികൾക്ക് ആക്ഷൻ എടുക്കാനുള്ള അവകാശമുണ്ട്. അല്ലാതെ 2 അടി അടിച്ചിട്ട് ഗസ്റ്റാണെന്നും പറഞ്ഞ് ആ അടിയും കൊണ്ടുകൊണ്ട് ആരെങ്കിലും നിൽക്കുക ഇല്ല. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ മര്യാദ ആര്യൻ അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അനീഷ് ശരിക്ക് ആര്യനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നതിന് അക്ബറൊക്കെ അനീഷിൻ്റെ നേരെ പൊട്ടനെന്നൊക്കെ വിളിച്ച് ഇതാക്കുന്നുണ്ട്. കാരണം നോമിനേഷൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ പാടില്ലല്ലോ ഒരാളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും. പക്ഷെ അനീഷ് ഇത് തെറ്റായ കാര്യമായതുകൊണ്ട് പ്രതികരിക്കുകയാണ്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.